ഒരു ജനാധിപത്യ ഭരണം ലക്ഷ്യമിടുന്നത് ജനോന്മുഖ ക്ഷേമോന്മുഖ ഭരണമാണ്. അതിൽ നിന്നൊക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം ഈ അടുത്ത വർഷങ്ങളിലെല്ലാം കാണുന്നത്. പ്രസംഗം അങ്ങേയറ്റം, പ്രവർത്തനം ഇങ്ങേയറ്റം. അതാണ് നാം ഇപ്പോൾ കണ്ടുവരുന്നത്. അതല്ലെങ്കിൽ 7,000 രൂപ പ്രതിമാസ വരുമാനം, അതും സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി പങ്കിട്ട് നൽകുന്ന ആനുകൂല്യം, അത് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കുടിശ്ശിക ഇട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ആ ആശാ വർക്കർമാരുടെ സമരം ഇപ്പോൾ 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ്, അങ്ങനെ അവർ സമരത്തിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗം ചേരുകയും ആ മന്ത്രിസഭാ യോഗത്തിൽ PSC മെമ്പർമാർ, അതുപോലെ തന്നെ ഗവൺമെൻറ് ലീഡർമാർ, അതുപോലെ ഗവൺമെൻറ്റിന് വേണ്ടി കേന്ദ്രത്തിൽ ലൈസൺ വർക്ക് ചെയ്യുന്ന പ്രൊഫസർ KV തോമസിനെ പോലെയുള്ളവർ, ഇവരുടെയൊക്കെ ശമ്പളവും ആനുകൂല്യങ്ങളും വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള തീരുമാനം വരുന്നത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് കാണിക്കുന്നത്? അതായത് രാപ്പകൽ അധ്വാനിക്കുന്ന, മലയും കാടും ഒക്കെ കയറി ഇറങ്ങി, അതായത് രോഗികളെ, വിവിധ തരം രോഗികളുടെ പക്കൽ പോയി അവർക്കൊക്കെ വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്യുന്നവരാണ് ആശാ വർക്കർമാർ. അവരെ നെഞ്ചോട് ചേർക്കുകയാണ് ഏതൊരു ഗവൺമെൻറ്റും ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ചെയ്യേണ്ടത്. ആ സ്ഥാനത്താണ് അവരെ രാപകൽ അവർ സമരം ചെയ്ത് ഞങ്ങളുടെ കുടിശ്ശിക തീർത്തു തരിക, ഞങ്ങളുടെ ഈ ശമ്പളത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു വർധനവ് വരുത്തി തരിക. അവർ കോടികളും ലക്ഷങ്ങളും ഒന്നും അല്ല ചോദിക്കുന്നത്, ചെറിയൊരു വരുമാന വർധനവാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ഗവൺമെൻറ് എന്താണ് പറയുന്നത്? ഗവൺമെൻറ്റിൻ്റെ വക്താക്കൾ, മന്ത്രിമാർ തന്നെ പറയുന്നത് എന്താണ്? കേരളത്തിലുള്ളതുപോലെ ആശാ വർക്കർമാർക്ക് വേതനം വേറെ ഒരു സംസ്ഥാനത്തുമില്ല. ഇത് കേൾക്കുമ്പോഴാണ് നാം ചിരിച്ചു പോകുന്നത്. ഇവരാരും അറിയുന്നില്ലേ മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾക്ക് ദിവസം പ്രതി കിട്ടുന്ന കൂലി എത്രയാണെന്ന്? 2005 അതായത് MGNREGP, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം കൊണ്ടുവന്നത് തന്നെ ദേശീയ തലത്തിൽ വേതനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അന്ന് NREGP വർക്കേഴ്സിന് 180 രൂപ ശമ്പളം ഫിക്സ് ചെയ്തത് എന്തുകൊണ്ടാണ്? അതിനേക്കാൾ വളരെ താഴെയാണ് ഒരു ദിവസത്തെ കൂലിയായിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ലഭിച്ചിരുന്നത്. അപ്പോൾ ഈ 180 രൂപ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂലി ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തൊഴിലാളികൾ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നുള്ളൂ, അവിടെയാണ് കൂലി കൂടുതൽ എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് തൊഴിലാളികളെ കിട്ടാതെയാകുമ്പോഴെങ്കിലും അവർ 180ലേക്ക് അവരുടെ കൂലി വർദ്ധിപ്പിക്കും. അങ്ങനെ ദേശീയ കൂലി കുറച്ചെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന ധാരണയോട് കൂടിയാണ് 180 രൂപയിൽ ഫിക്സ് ചെയ്ത് തൊഴിലുറപ്പ് പദ്ധതി എന്ന നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിലവിലിരിക്കുന്ന തൊഴിൽ കൂലി എന്ന് ഇവിടുത്തെ മന്ത്രിമാരാണെങ്കിലും മറ്റ് സാധാരണ ജനങ്ങളാണെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് അത് കാലാകാലങ്ങളിൽ വർദ്ധിപ്പിച്ച്, തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി കാലാകാലങ്ങളിൽ വർദ്ധിപ്പിച്ചിപ്പോൾ 330 രൂപയിലെത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം അത് 400 ആക്കി റേസ് ചെയ്യണമെന്ന് ഞാനൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രി നിർമ്മല സീതാരാമനോട് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷെ അവരത് ചെവിക്കൊണ്ടില്ല. അപ്പം അങ്ങനെ താഴ്ന്ന കൂലിയിൽ വർക്ക് ചെയ്യുന്ന, അതായത് ഓൾ ഇന്ത്യ തലത്തിൽ താഴ്ന്ന കൂലിയിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് നമ്മുടെ ആശാ വർക്കർമാരുടെ വേതനത്തെ താരതമ്യപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇവിടെ ഒരു ദിവസം കൂലിക്ക് എത്ര രൂപയാ കൊടുക്കുന്നത്? 1250 മുതൽ 1400 രൂപ വരെയാണ് ഒരു ദിവസ കൂലിപ്പണിക്കാരന് നമ്മൾ കൂലിയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആശാവർക്കർക്ക് കിട്ടുന്നത് ഒരു 6 ദിവസം കഷ്ടിച്ച് ജോലി ചെയ്യുന്ന കൂലി മാത്രം ആശാവർക്കർമാർ ഒരു മാസം മുഴുവനും രാവും പകലും എന്നതുപോലെ, അതായത് ഒരു 10-14 മണിക്കൂറൊക്കെ അവർ ജോലി ചെയ്യേണ്ട സമയങ്ങൾ ഉണ്ടാകാറുണ്ട്. അവരുടെ ജോലിയുടെ നേച്ചർ അതാണ്. എന്നിട്ടാണ് അവരെ ഇങ്ങനെ സമരത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവരെ
അവര് സത്യം പറഞ്ഞാൽ ലജ്ജിച്ചു പോവുകയാണ്. ഒരു മലയാളി എന്ന രീതിയിൽ ഞാൻ എങ്ങനെയാണ് മലയാള നാടിന് ഇതുപോലെ മനസാക്ഷി അറ്റുപോയത് എന്നോർത്ത്. ഏത് രോഗക്കിടക്കയിൽ കിടക്കുന്നവരുടെ മുൻപിലും ഈ ആശാവർക്കർമാരാണ് എത്തുന്നത്. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് അവരാണ്. ഓർത്തു നോക്കണം ഇതിൻ്റെ ഒരു പ്രസക്തി കേരളത്തിൽ എത്രയുണ്ടെന്ന്. ഓൾ ഇന്ത്യ തലത്തിൽ 60 കഴിഞ്ഞവർ വെറും 7% മാത്രമാണ്. അതേ സമയത്ത് കേരളത്തിൽ 60 കഴിഞ്ഞവർ 17%-ലധികമാണ് എന്നോർക്കണം. 17-18% വരും എന്നോർക്കണം. അപ്പോൾ ഇവിടെ ഈ 60+, അത് മാത്രവുമല്ല, ഇവിടെ നിന്ന് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ പിന്നെ കുട്ടികൾ പഠിക്കാൻ എന്ന രീതിയിൽ വിദേശത്തേക്ക് പോകുന്നു. അവർ തിരിച്ചു വന്നാലായി, തിരിച്ചു വന്നില്ലെങ്കിലായി. അപ്പോൾ ഈ 60+ പോപ്പുലേഷൻ, നമുക്കറിയാം 14 ലക്ഷത്തോളം വീടുകളാണ് കേരളത്തിൽ പണി തീർത്ത വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. കാരണം അവിടെയൊന്നും താമസിക്കാൻ ആരുമില്ല. പിന്നെ ഒരുപാട് ഭവനങ്ങളിൽ ഒരു ഫാദറോ മദറോ, അതായത് പ്രായമായ ഒരു പുരുഷനോ ഒരു സ്ത്രീയോ, അല്ലെങ്കിൽ ഒരു പുരുഷനോ സ്ത്രീയും മാത്രമോ ഒക്കെ താമസിക്കുന്ന നിരവധി ഗ്രഹങ്ങളുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ പ്രവാസി പണം എടുത്ത് നമ്മൾ ഇവിടെ ചെലവഴിച്ചതാണ്. ഈ പ്രവാസി പണത്തിന്റെ ഒരു നല്ല ഭാഗം ഇവിടെ നിന്ന് കൂലിയായും മറ്റും അന്യ സംസ്ഥാനങ്ങളിലേക്കും പോയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ മുഴുവൻ വികസനത്തിന് ഒരു രാസാത്വരകമായി പ്രവർത്തിച്ച സംസ്ഥാനമാണ് കേരളം. അങ്ങനെ രാസാത്വരകമായി പ്രവർത്തിച്ച സംസ്ഥാനമായ കേരളത്തിൽ, അതുകൊണ്ട് തന്നെയാണ് രാസാത്വരകമായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് കൂലിയിൽ വർധനവുണ്ടായത്. നമ്മൾ അതിനെ നിഷേധിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും വിസ്മരിച്ചു കൂടത്താനും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ ആശാവർക്കർമാർക്ക് 7000 കൊടുക്കുന്നു എന്ന് പറയുന്നത് വളരെ തുച്ഛമായ കൂലിയാണ്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അത് കേട്ടാൽ തന്നെ പരിഹസിക്കും. കാരണം മാന്യമായ വേതനമാണ്, മാന്യമായ തൊഴിലിന് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഈ ആശാവർക്കർമാരുടെ തൊഴിൽ മാന്യമല്ലെന്നോ? ഇത്ര നിസ്സാരമായിട്ട് അവരെ ഇകഴ്ത്തി കാണിക്കുന്നത്, അവർക്ക് കൊടുക്കുന്ന കൂലി കൂടുതലാണ് എന്ന് പറഞ്ഞ് അവരെ പുച്ഛിക്കുന്നത്. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ആ സാഹചര്യത്തിൽ അവര് വെയിലുകൊണ്ട് തളർന്ന് സങ്കടപ്പെട്ട് കണ്ണീരൊഴുക്കി അവിടെ സമരം ചെയ്യുമ്പോഴാണ് മന്ത്രിസഭ കൂടി ഒരു വലിയ തീരുമാനം, ഒരു കലക്കൻ തീരുമാനം എടുക്കുന്നത്. എന്താണ് ആ തീരുമാനം? വലിയ തോതിൽ ശമ്പളം വർദ്ധിപ്പിക്കുക. ആരുടെ? PSC മെമ്പേഴ്സിന്റെ. അവർ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ ആ ഗണത്തിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനമാണ് PSC. അപ്പോൾ പിന്നെ ജുഡീഷ്യൽ അംഗങ്ങളുടെ ഒക്കെ ശമ്പളത്തിനോട് പാരിറ്റി വേണം PSC മെമ്പേഴ്സിന്റെ ശമ്പളത്തിന്. ജുഡീഷ്യൽ അംഗങ്ങളുടെ ഇതര സംസ്ഥാനങ്ങളിലെ ജുഡീഷ്യൽ അംഗങ്ങളുടെ ശമ്പളം നേരത്തെ തന്നെ വർദ്ധിപ്പിച്ചിരുന്നു. അതിനോട് ചേർന്ന് കേരളത്തിലെയും വർദ്ധിപ്പിച്ചു. 2003 മുതൽ PSC മെമ്പേഴ്സ് അവരുടെ ശമ്പളവും വർദ്ധിപ്പിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായി. അപ്പൊ അങ്ങനെ കേട്ട് പിന്നെ അവരുടെ ആഗ്രഹത്തിന് സമ്മതം മൂളിക്കൊണ്ടാണ് അവരുടെ ശമ്പളവും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം വർദ്ധിപ്പിക്കാനായിട്ട് മന്ത്രിസഭ തീരുമാനമെടുക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അസമത്വ വർധനവിനെ പറ്റി. അസമത്വ വർധനവ് ഇന്ത്യയിൽ, കേരളത്തിലും ഒരുപാട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ഇന്ത്യയിൽ അസമത്വം വർദ്ധിച്ചു വരികയാണെന്ന്. തോമസ് പിക്കറ്റി എന്നൊരു പ്രശസ്തനായ ഫ്രഞ്ച് എക്കണോമിസ്റ്റ്, കേൾക്കാത്ത എക്കണോമിസ്റ്റുകൾ അല്ലെങ്കിൽ തന്നെയും ആരും കാണില്ല, കുറച്ച് വായിക്കുന്നവര്. അപ്പൊ ഈ തോമസ് പിക്കറ്റി ചങ്ങാത്ത മുതലാളിത്തത്തെ പറ്റി ക്രോണി ക്യാപിറ്റലിസം ഇൻ ദ 21st സെഞ്ചുറി എന്ന ഗ്രന്ഥത്തിലൂടെ തന്നെ വളരെ പ്രശസ്തനാണ്. അപ്പൊ അദ്ദേഹം ഇനീക്വാളിറ്റിയെ പറ്റി എഴുതിയിരിക്കുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ തീർച്ചയായിട്ടും അത് എടുത്തു കാണിക്കുന്നതാകുന്നു. ആ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, അത് 1921 മുതൽ 2021 വരെ 100 വർഷം അദ്ദേഹം മാത്രമല്ല, വേറെ 2 ഇന്ത്യൻ എക്കണോമിസ്റ്റുകളും വേറൊരു ഫ്രഞ്ച് എക്കണോമിസ്റ്റും കൂടി നടത്തിയ പഠനം, 100 വർഷത്തെ പഠനം. ആ പഠനത്തിന്റെ പര്യവസാനമായി അദ്ദേഹത്തിന്റെ പുസ്തകം കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? 2014 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ അസമത്വം അസാധാരണമായി വർദ്ധിച്ചത്. അങ്ങനെ അസാധാരണമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അസമത്വം നമ്മുടെ ഭരണകർത്താക്കൾ കാണുന്നില്ലേ? അസമത്വം എന്ന് പറഞ്ഞാൽ ദരിദ്രൻ കൂടുതൽ ദരിദ്രനാവുക, അല്ലെങ്കിൽ ഇല്ലാത്തവന്റെ ഉള്ളത് കൂടി കവർന്നെടുത്ത് ഉള്ളവന് കൊടുക്കുക. അതാണ് അസമത്വം വർദ്ധിക്കുന്നതിന്റെ കാരണം. അപ്പൊ അങ്ങനെയുള്ള പഠനങ്ങളും ഒക്കെ ഇരിക്കെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. PSCക്കാർക്ക് കൊടുത്തോട്ടെ, അതുപോലെ തന്നെ ഈ പാവപ്പെട്ടവരെയും കഷ്ടപ്പെട്ട്, അതായത് കഠിനാധ്വാനം ചെയ്യുന്ന ആശാവർക്കർമാരെയും പരിഗണിക്കേണ്ടേ?
അവരുടെ ജീവിത നിലവാരം ILO ആവശ്യപ്പെടുന്ന ലെവലിലേക്ക് ഉയർത്തേണ്ടേ? അതോ ഇവിടെ വന്ന് ജോലി ചെയ്ത് കൂലി വാങ്ങിപ്പോകുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെക്കാൾ വളരെ മോശമായ ഒരു ജീവിത സാഹചര്യത്തിൽ ഇവിടുത്തെ ആശാ വർക്കർമാർ കഴിഞ്ഞുകൊള്ളട്ടെ എന്നാണോ നമ്മുടെ ഭരണകൂടം ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ അത്ഭുതം കൂറുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ ശമ്പളത്തെ പറ്റി പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇവരുടെ യോഗ്യത, അതായത് ഈ PSC മെമ്പർമാരാണല്ലോ ഇപ്പൊ ഇതിൽ പ്രധാനമായിട്ട് ഈ ആനുകൂല്യങ്ങൾ പറ്റുന്നത് ഗവൺമെന്റ് ലീഡർമാർ. അപ്പൊ PSC മെമ്പർമാരുടെ തന്നെ യോഗ്യത അടിസ്ഥാന യോഗ്യതയായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. അതിപ്പോ നമ്മുടെ രാഷ്ട്രീയത്തില്, അതായത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അങ്ങനെയുള്ളവരുടെയും അടിസ്ഥാന യോഗ്യത ഇത്രയായിരിക്കണം എന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ന് വെച്ചാൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് ഈ പോസ്റ്റുകളൊക്കെ ഫില്ല് ചെയ്യാം എന്ന് തന്നെ അർത്ഥം. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയേണ്ടത്? അവർക്ക് 62 വയസ്സ് വരെ അല്ലെങ്കിൽ 6 വർഷം, ഇതാണ് അവർക്ക് ഈ PSC മെമ്പറായി കഴിഞ്ഞാൽ ആ സ്ഥാനത്തിരിക്കാൻ പറ്റുന്ന മാനദണ്ഡം. അത് കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് കിട്ടുക? ശമ്പളം, പെൻഷൻ, 1ാം ക്ലാസ് യാത്രാപ്പടി, അതുപോലെ തന്നെ ഒരു PA ഉണ്ടായിരിക്കും, അതുപോലെ ഒരു ഡെഫേദാർ ഉണ്ടായിരിക്കും, ഡ്രൈവർ ഉണ്ടായിരിക്കും. അത് മാത്രവുമല്ല ആശ്രിതർ അടക്കം ചികിത്സയ്ക്ക് പണം കൊടുക്കുന്നു, എല്ലാത്തരം ചികിത്സയ്ക്കും പണം കൊടുക്കുന്നു. അതുപോലെ ചെയർമാന് കാറും കിട്ടും, വീടും കിട്ടും, അതുപോലെ നല്ല പെൻഷനും കിട്ടും. അപ്പൊ ആ പെൻഷനും ഇതിനകത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ ശമ്പളം. അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് ശമ്പളമായിട്ടും പെൻഷനായിട്ടും PSC മെമ്പേഴ്സിന് കൊടുക്കുന്നത്, അവർ ചോദിച്ചത് എത്രയാണ്, അവർക്ക് കൊടുത്തത് എത്രയാണ് എന്ന് നോക്കാം. ചെയർമാൻ ആവശ്യപ്പെട്ടത് 4 ലക്ഷമാണ്. അതായത് ജുഡീഷ്യൽ മെമ്പേഴ്സിന്റെ അവരുടെ ഏറ്റവും ക്രീം പീരീഡിലെ ശമ്പളം, ആ ശമ്പളത്തിന് അനുസൃതമായി 4 ലക്ഷമായിരിക്കണം തൻ്റെ ശമ്പളം എന്നാണ് ചെയർമാൻ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ ശമ്പളം എത്രയാണ്? 2,24,000 രൂപയാണ് ഇപ്പോഴത്തെ ശമ്പളം. എന്നിട്ട് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ച് പുതുക്കിയ ശമ്പളം എത്രയാണ്? ചോദിച്ചത് 4 ലക്ഷമാണ്, പക്ഷെ പുതുക്കി കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത് 3.87 ലക്ഷം. അതായത് 3,87,000. അവർ ചോദിച്ചത് 4 ലക്ഷം, 3,87,000 ഗവൺമെന്റ് നിജപ്പെടുത്തിയിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ മറ്റ് മെമ്പർമാർ, ചെയർമാൻ്റെതാണ് ഇപ്പോൾ പറഞ്ഞത്, ചോദിച്ചത് 4 ലക്ഷം, ഇപ്പോൾ പുതുക്കിയിരിക്കുന്നത് 3,87,000 ആയിട്ട്. ഇനി അതുപോലെ തന്നെ അംഗങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് 2,19,000 രൂപ. അവർ ചോദിച്ചത് 3.25 ലക്ഷം രൂപ, അതായത് 3,75,000. ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 3,80,000. അതായത് അവർ 3.25 ലക്ഷമാണ് ചോദിച്ചതെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കൂട്ടി പുതിയ നിരക്ക് 3,80,000 രൂപയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു കരുതലോട് കൂടിയാണ് ഈ പാവങ്ങളെ നമ്മുടെ ഗവൺമെന്റ് ചേർത്ത് പിടിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ. 2.5 ലക്ഷവും 2.25 ലക്ഷവും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നവരെ 3.25 ലക്ഷത്തിലേക്കും ഒക്കെ ഉയർത്തുന്നു. അതാണ് ചേർത്ത് പിടിക്കലിന്റെ ഒരു കഥ നാം ഇവിടെ വായിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഓർത്തു പോകുന്നത്, ഇതൊക്കെ കേട്ടാൽ തോമസ് പിക്കറ്റി എന്തു പറയും? തോമസ് പിക്കറ്റി എന്തോ പറയട്ടെ, ഈ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ ചെകിട്ടത്തേൽക്കുന്ന അടിയല്ലേ ഈ തരത്തിലുള്ള ശമ്പള വർധന ഒരു വശത്ത് പറയുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ധനപ്രതിസന്ധി ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ, ധനസ്ഥിതി എന്താണ് എന്നും കൂടി നമ്മളൊന്ന് ഓർക്കണം. അതിനു മുമ്പ്, ആ ധനസ്ഥിതിയിലേക്ക് പോകുന്നതിന് മുൻപ്, ഈ ചെയർമാന് പെൻഷൻ ആവുമ്പോൾ എത്രയാണ് കിട്ടാൻ പോകുന്നത്? ചെയർമാൻ പെൻഷൻ ആവുമ്പോൾ 2.5 ലക്ഷമാണ് കിട്ടാൻ പോകുന്നത്. അംഗങ്ങൾക്ക് 2.25 ലക്ഷവും പോരെ. ജീവിതം എത്ര സുന്ദരമായി തീർന്നിരിക്കുന്നു അവരെ സംബന്ധിച്ച്. അതേ സമയത്ത് ഈ ആശാ വർക്കർമാരും അതുപോലെ തന്നെ നമുക്കറിയാം, മരുന്ന് മേടിക്കാനും ഒക്കെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, ക്ഷേമ പെൻഷൻ കിട്ടുന്നവർ ആ 1,600 രൂപ കൊണ്ടാണ് അവർ എല്ലാ തരം ചികിത്സകളും. അപ്പോൾ ഇപ്പോൾ ഗവൺമെന്റ് പറയും, UDFന്റെ കാലത്ത് 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. UDFന്റെ കാലം എന്ന് പറയുന്നത് എന്നാണ്? 2012 മുതൽ 16 വരെയുള്ള. അത് കഴിഞ്ഞിട്ട് വർഷം 8 കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ വിലക്കയറ്റ നിലവാരം എത്രയാണ്? മോണിറ്ററി പോളിസി കമ്മിറ്റി റീപ്പോ റേറ്റ് 4 വർഷത്തിനിടയ്ക്ക്
ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു 0.25% ഇത് കുറച്ചത്. എന്തുകൊണ്ടാണ് റീപ്പോ റേറ്റ് കുറയ്ക്കാതിരുന്നത്? വിലക്കയറ്റം നിയന്ത്രണാതീതമായതുകൊണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ ഓൾ ഇന്ത്യ തലത്തിലെ വിലക്കയറ്റം പോലെയല്ല, കേരളത്തിൽ സർവത്ര സാധനങ്ങൾക്കും അതീവ ഗൗരവതരമായ വിലക്കയറ്റമാണ്. അപ്പം ആ കാരണം കൊണ്ട് തന്നെയാണ് ഇതുപോലെ. അപ്പൊ അങ്ങനെ ഈ വിലക്കയറ്റത്തിന്റെ പ്രഹരം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ധനികരല്ല. ധനികർക്ക് എത്ര വിലയായാലും അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ എന്ത് തന്നെയും വാങ്ങാൻ ഒരു പ്രശ്നവുമില്ല. അവരുടെ വരുമാനത്തിന്റെ വളരെ ചെറിയ ഒരു ഇൻഫിനിറ്റെസിമലി സ്മോൾ പോർഷൻ മാത്രമാണ് അവരുടെ അനുദിന ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ബാക്കി മുഴുവനും അവര് ലക്ഷറിയസ് കൺസംഷന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടാകാം. ബാക്കി മുഴുവനും അവര് മറ്റു കോട്ടകൊത്തളങ്ങളിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. നികുതി പോലും കൊടുക്കാതെ, അതായത് ഇൻകം ടാക്സ് പോലും വെട്ടിച്ച് സൂക്ഷിക്കുന്നവരുണ്ട്, അതിനുള്ള മാർഗങ്ങൾ ആരായുന്നവരുണ്ട്. അതേസമയത്ത് ഈ പാവങ്ങൾ മരുന്ന് മേടിക്കാനോ മന്ത്രം മേടിക്കാനോ ഒന്നിനും നിവൃത്തിയില്ലാതെ ഉടലുന്ന ഈ പാവങ്ങൾക്ക് വർധനവ് കൊടുക്കുന്നതിന് പകരമാണ് ഇത്ര കണ്ട വലിയ വർധനവ് ഈ വലിയ ശമ്പളം പറ്റുന്ന വലിയ സൗകര്യങ്ങൾ ഏറ്റുവാങ്ങുന്ന PSC മെമ്പേഴ്സിനും മറ്റതുപോലെയുള്ളവർക്കും കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പെൻഷനും ശമ്പളവും ഒക്കെ പറ്റി ജീവിക്കുന്ന അവരുടെ ശമ്പളത്തിലും പെൻഷനിലും ഒക്കെ ഇതുപോലൊരു വർധനവ് വരുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ധനസ്ഥിതി എന്താണ് എന്ന് നമ്മളൊന്ന് നോക്കുന്നത് തീർച്ചയായിട്ടും ഉചിതമായിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ആവർത്തനം അടിച്ചുറപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ്, അതായത് ഈ ധനപ്രതിസന്ധിയെ പറ്റി നാം ആരും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് വിചാരിക്കരുത്. കേരളത്തിലെ ഓരോ പൗരനും ധനപ്രതിസന്ധിയെ പറ്റി കൃത്യമായിട്ട് അറിയണം. എന്നിട്ട് വേണം ഗവൺമെന്റിന്റെ ചെലവുകളെ ഒന്ന് കണക്കുകൂട്ടി തിട്ടപ്പെടുത്താൻ, അതുമായിട്ട് താരതമ്യപ്പെടുത്താൻ. എത്ര ധനപ്രതിസന്ധി ഉണ്ടെങ്കിലും ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ മുറയ്ക്ക് നടക്കും. അതിൻ്റെ ഈ ധനപ്രതിസന്ധിയുടെ തിക്താനുഭവങ്ങളൊക്കെ ഏറ്റുവാകുന്നത് ആരാണ്? സാധാരണ മനുഷ്യർ. ഈ എന്താ പറയുക, ക്ഷേമ പെൻഷൻ കിട്ടേണ്ടവര്, മറ്റതുപോലെയുള്ള പെൻഷൻ കുടിശ്ശിക കിട്ടേണ്ടവര്, ശമ്പള കുടിശ്ശിക കിട്ടേണ്ടവര്, ഇവരൊക്കെയാണ് ഇതിൻ്റെ ഈ ധനപ്രതിസന്ധിയുടെ രൂക്ഷത അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇതുപോലെ ഇവിടെ ഇപ്പോഴത്തെ ഒരവസ്ഥ നമുക്ക് നോക്കാം. അതായത് ഒന്നാമത് കഴിഞ്ഞ ബജറ്റ് എന്താ, നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ധനമന്ത്രി പറഞ്ഞത് കേരളം ഒരു ടേക്ക് ഓഫിലാണ്. അതായത് കേരളം ധനപ്രതിസന്ധിയൊക്കെ അതിജീവിച്ചു. കേട്ടപ്പോൾ അത്ഭുതം തോന്നി. എന്താ ഇദ്ദേഹം ഈ പറയുന്നത് എന്നോർത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. കേന്ദ്ര ഗവൺമെന്റിനോട് കേന്ദ്ര ബജറ്റിൽ എന്തായിരുന്നു ചോദിച്ചു? 24,000 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ്. ഞങ്ങൾക്ക് ധനപ്രതിസന്ധിയാണ്, അതുകൊണ്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന് പറഞ്ഞു ചോദിച്ചു. കമാന്നൊരക്ഷരം ധനമന്ത്രി അതേപ്പറ്റി മിണ്ടിയില്ല. അതായത് നിർമ്മല സീതാരാമൻ അതേപ്പറ്റി മിണ്ടിയില്ല, ഒന്നും പ്രത്യേകമായിട്ട് കൊടുത്തതുമില്ല. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് കേരളം ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ധനമന്ത്രി പറയുന്നത് ഇതൊരു ടേക്ക് ഓഫ് പീരീഡ് ആണ്, അല്ലെങ്കിൽ ധനപ്രതിസന്ധി അതിജീവിച്ചിരിക്കുന്നു. എങ്ങനെ അതിജീവിച്ചു എന്നാണ് പറയുന്നത്? തലേ ദിവസത്തെ കേന്ദ്ര ബജറ്റിൽ ഒന്നും കിട്ടിയില്ല, ഗവൺമെന്റ് നമ്മളെ കേരളത്തെ തഴയുന്നു, കേരളത്തെ ധനപ്രതിസന്ധിയിലേക്ക് ഉരുട്ടിയിടുന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞവരല്ലെങ്കിൽ അട്ടഹസിച്ചവരാണ് പിറ്റേ ദിവസം ബജറ്റുമായി വന്നപ്പോൾ പറയുന്നത്. എന്താണ് പറയുന്നത്? ഞങ്ങൾ ടേക്ക് ഓഫിലാണ്, അഥവാ ഇവിടെ ധനപ്രതിസന്ധിയൊക്കെ ഓവർകം ചെയ്തിരിക്കുന്നു, അതിജീവിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ബജറ്റിന്റെ ഉള്ളറകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ ബജറ്റിനെ പറ്റി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ജനുവരിക്ക് മുമ്പ് തന്നെ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തന്നെ പറഞ്ഞു, ബജറ്റിൽ പറഞ്ഞത്, അതായത് 2024-25 ബജറ്റിൽ, കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പറഞ്ഞിരുന്ന പദ്ധതി ചെലവിന്റെ 50% വെട്ടിക്കുറയ്ക്കുന്നു. ഡിസംബർ ആയപ്പോഴേക്കും പറഞ്ഞു വീണ്ടും 10% വെട്ടിക്കുറയ്ക്കുന്നു. ഇപ്പൊ എത്ര ശതമാനം വെട്ടിക്കുറച്ചു? 60%. ആദ്യം 50%, പിന്നെ 10, അങ്ങനെ 60% വെട്ടിക്കുറച്ചു. ബാക്കി 40% ചെലവഴിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ ചെലവഴിച്ചു എന്ന് ഇവർ പറയുന്ന 40% പോലും എവിടെ പോയി എന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് വകമാറ്റി ചെലവഴിക്കലാണ് കേരളത്തിൽ കൂടുതലും നടക്കുന്നത്. ഓരോ പദ്ധതിക്ക് ഒരു എമൗണ്ട് പറയും, പക്ഷെ അത് കൊടുക്കാതെ, പദ്ധതിക്ക് കൊടുക്കാതെ അവിടെ നിന്ന് വകമാറ്റും. അങ്ങനെയൊക്കെയാണ് കേരളത്തിൽ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ ബജറ്റ് ഇയറിൽ അല്ലെങ്കിൽ ധനവർഷത്തിൽ 40% എന്ന് ഗവൺമെന്റ് പറയുന്നു. അത്ര പോലും ചെലവഴിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ. വികസന ആവശ്യങ്ങൾക്ക്, അതായത് പദ്ധതി ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്
40% മാത്രമാണ്. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ധനപ്രതിസന്ധിയിൽ നിന്ന് കരകയറിയിരിക്കുന്നു, ടേക്ക് ഓഫ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ധനമന്ത്രി പറയുമ്പോൾ മലയാളികളെ പറ്റി എന്ത് പുച്ഛമാണ് ഇവർക്കുള്ളത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അല്ലെങ്കിൽ നമ്മളെ ഇത്രയും പറഞ്ഞ് വിഡ്ഢികളാക്കാൻ പറ്റുമോ? അത് പൂർണ്ണമായും നാം വിശ്വസിക്കുന്നു എന്ന് അവർ വിശ്വസിച്ച് വശാകുന്നതാണ് വലിയ ക്രൂരമായ ഒരു വിനോദം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ കാര്യം. ഇനി ഈ പ്രാവശ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഇവിടുത്തെ അവസ്ഥ? സർക്കാർ ജീവനക്കാരുടെ 21% ക്ഷേമബത്ത കൊടുക്കാനുണ്ട്. അതിലെ 3% ഈ ബജറ്റിൽ 21% കുടിശ്ശിക കിടക്കുമ്പോഴാണ് 3% ഈ താമസിയാതെ കൊടുക്കുമെന്നൊരു വാഗ്ദാനം ഇതുവരെ പാലിച്ചിട്ടില്ല. പക്ഷെ അത്രയുമാണ് 3. എങ്കിലും പിന്നെയും കിടക്കുക കുടിശ്ശിക 18%. അവിടെ തീരുന്നില്ല. അതിനുശേഷം അതായത് ശമ്പള പരിഷ്കരണത്തിന് ശേഷം അനുവദിച്ച 2 ഗഡു DA ഇപ്പോഴും കുടിശ്ശികയായിട്ട് കിടക്കുന്നു. അതുകൊണ്ടും തീരുന്നില്ല. ക്ഷേമ പെൻഷൻ അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക കിടക്കുന്നു. 41ഓളം ക്ഷേമ ബോർഡുകളുണ്ട്. ആ ക്ഷേമ ബോർഡുകളിലെ മെമ്പേഴ്സൊക്കെ അവരുടെ വിഹിതം ഓരോ മാസവും ആ ബോർഡിലേക്ക് അടയ്ക്കുന്നതാണ്. പക്ഷേ പെൻഷന്റെ കാലമായപ്പോഴേക്കും ആ ക്ഷേമ പെൻഷനും ഇപ്പം മുടങ്ങിക്കിടക്കുന്നു. അപ്പൊ ഈ പാവപ്പെട്ടവരൊക്കെ എങ്ങനെ അവരുടെ മരുന്നും മന്ത്രവും ഒക്കെ വാങ്ങുമെന്ന് ഈ സർക്കാർ എന്താ ആലോചിക്കാത്ത? അത്തരക്കാരെ ചേർത്ത് പിടിക്കുന്നതിന് പകരം ഈ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള ആൾക്കാർക്ക് തന്നെ, PSC മെമ്പേഴ്സ് പോലെയുള്ളവർക്ക് തന്നെ വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കണം. ഏത് കാരണം, അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ അത് കൊടുത്തു എന്ന് പറയുന്നതോ ഒന്നും ഇവിടെ അതിൻ്റെ ഒരു യുക്തിയാകുന്നില്ല. തീർച്ചയായിട്ടും ഇവിടുത്തെ ധനസ്ഥിതി മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ധനപ്രതിസന്ധി ഇല്ല. ഫോർ എക്സാമ്പിൾ തെക്കേ ഇന്ത്യയിലെ മറ്റു ഒറ്റ സംസ്ഥാനത്തിലും ഒരു ധനപ്രതിസന്ധിയും ഇല്ല. നമുക്ക് തെക്കേ ഇന്ത്യയിൽ നമുക്ക് കേരളത്തിന് മാത്രമാണ് ദീർഘകാലമായിട്ട് ഈ ധനപ്രതിസന്ധി ഇങ്ങനെ തുടർന്നു പോകുന്നത്. അപ്പൊ അവർക്കൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അവർക്ക് ക്ഷേമ പെൻഷനും എല്ലാം കൊടുക്കാം. അത് മാത്രമാണോ? ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ 41 ക്ഷേമ ബോർഡുകൾ? ഇതൊക്കെ ഈ രാഷ്ട്രീയക്കാരുടെ ആൾക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി തുടങ്ങുന്നതാണ് ഈ ഓരോ ക്ഷേമ ബോർഡുകളും. കേന്ദ്ര ഗവൺമെന്റ് അതായത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കേരളത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ 41 ക്ഷേമ ബോർഡുകൾ? ഒറ്റ ക്ഷേമ ബോർഡിന്റെ കീഴിൽ നടത്താവുന്നതല്ലേ ഈ ക്ഷേമ പ്രവർത്തനങ്ങളും അതിന്റെ പേയ്മെന്റ്സും എല്ലാം? കാരണം ഒരു ഗവൺമെന്റ് ആണല്ലോ ഈ 3,57,00,000 ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നോക്കുന്നത്. കേരള ഗവൺമെന്റ് ആണ് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ. അപ്പോൾ പിന്നെ ഈ ഗവൺമെന്റിന്റെ പോലെ തന്നെ ഒരൊറ്റ ക്ഷേമ ബോർഡ്. അപ്പൊ എങ്ങനെയാ 41 ചെയർമാൻമാരുണ്ടാവുക, 41 കാറുകൾ വേണ്ടി വരിക, 41 ഓഫീസുകൾ ഉണ്ടാവുക, ആ 41 ഓഫീസുകളിലും ഒരുപിടി സ്റ്റാഫ് ഉണ്ടാവുക? ഇവരെയൊക്കെ തിരികെ കയറ്റുന്നതാണെന്നും കൂടി നമ്മൾ ഓർക്കണം. ഇവരാരും PSC വഴി വരുന്നവരല്ല. അപ്പൊ ഈ തിരികെ കയറ്റൽ രാഷ്ട്രീയം, ആ തിരികെ കയറ്റൽ രാഷ്ട്രീയമാണ് ഇവരുടെ ചേർത്ത് പിടിക്കൽ രാഷ്ട്രീയം. ഇവരുടെ എന്ന് പറയുമ്പോൾ LDFന്റെ മാത്രം എന്ന് ഞാൻ പറയുന്നില്ല, UDFന്റെ കാലത്തും ഇതൊക്കെ നടക്കാറുണ്ട്. അതാണല്ലോ തുടർന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിലാണ് ഇത്രയധികം വലിയ ഉയർന്ന ശമ്പള പരിഷ്കരണം നടത്തുന്നത്. ഇത്ര വലിയ രൂക്ഷമായ ധനപ്രതിസന്ധി നിലവിലിരിക്കെ ഇനി അവിടെയും തീരുന്നില്ല. സ്കൂൾ പാചക തൊഴിലാളികൾ, സ്പോർട്സ് കൗൺസിൽ പരിശീലകർ, ഇവർക്കൊക്കെ ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി. അവരെങ്ങനെ ജീവിക്കും? സ്കൂളിൽ പാചക തൊഴിൽ ചെയ്യാൻ വരുന്നവർ ധനികരല്ലല്ലോ. അവർക്ക് അതുപോലെ തന്നെ ഈ പരിശീലകർ, സ്പോർട്സ് കൗൺസിൽ പരിശീലകർ, കേരളം ഒരു സ്പോർട്സ് ഹബ്ബായിട്ട് എത്രയോ കാലം കൊണ്ട് എല്ലാവരും ആദരിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു സ്പോർട്സ് സംസ്ഥാനത്താണ് സ്പോർട്സ് കൗൺസിലിലെ പരിശീലകർക്ക് ശമ്പളം കൊടുക്കാതെ മുടങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ എന്നൊന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ കരാറുകാര്, അത് ഊരാളുങ്കൽ സൊസൈറ്റി ആയിരിക്കും. സംസ്ഥാന ഗവൺമെന്റിന്, ഇപ്പോഴത്തെ സംസ്ഥാന ഗവൺമെന്റിന് ആ സൊസൈറ്റി അല്ലാതെ വേറെ ആരുമില്ല. കോൺട്രാക്ട്, എല്ലാ കോൺട്രാക്ട്സും അവർക്ക് തന്നെയാണ്. ഇനി ഏതെങ്കിലും ചെറുതായിട്ട് വല്ലവർക്കും കൊടുത്തിട്ടുണ്ടോ എന്നറിഞ്ഞു. എന്തായാലും 10,000 കോടി അവിടെയും കുടിശ്ശിക. ഇനി അവിടെ കുടിശ്ശിക കിടക്കുന്നത് തൊട്ട് നമ്മുടെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്ത്, അതായത് എപ്പോൾ വേണമെങ്കിലും വിളിച്ച് നമുക്ക് പരാതികൾ പറയുകയും അപ്പോൾ തന്നെ ഓടി സ്ഥലത്തെത്തുകയും ചെയ്യേണ്ട പോലീസാണ് കന്റോൺമെന്റ് പോലീസ്. ആ കന്റോൺമെന്റ് പോലീസിന്റെ ഫോൺ 3 മാസമായിട്ട് വർക്ക് ചെയ്തില്ലെന്ന്. ഇതൊക്കെ കേട്ടാൽ ആർക്കാണ് അയ്യോ എന്ന് പറയാൻ തോന്നാതിരിക്കുക? എന്ന് വെച്ചാൽ അത്ര സുരക്ഷയോടെയാണ് നമ്മൾ. ഗുണ്ടാവിളയാട്ടമാണ് സംസ്ഥാനത്ത്. അങ്ങോ കാസർഗോഡ് മുതൽ പാറശാല വരെ ഗുണ്ടാവിളയാട്ടമാണ്. ആ ഗുണ്ടാവിളയാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ എടുക്കാൻ തക്ക രീതിയിൽ ഒരു ഫോൺ പ്രവർത്തിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ
എന്ത് തരം ഭരണമാണ്, എന്ത് തരം ടേക്ക് ഓഫ് ആണ് ഈ ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത് എന്നോർത്ത് നമുക്ക് ചിരിക്കാനല്ലാതെ എന്തിനെങ്കിലും പറ്റുമോ, എന്തിനെങ്കിലും സാധിക്കുമോ? അതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പം അങ്ങനെ ഇനി നമ്മൾ ഈ മെഡിക്കൽ കോളേജിന്റെ കഥയൊന്ന് ഓർത്ത് നോക്ക്. രാത്രിയിൽ പിന്നെ ലൈറ്റ് ഇല്ലാതെ വന്ന് ടോർച്ച് ലൈറ്റിന്റെ സഹായത്തോടെ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അതായത് ഈ SAT. അപ്പൊ അങ്ങനെയുള്ള ഒരു അതായത് കയ്യുറ പോലും രോഗി വാങ്ങിച്ചു കൊടുക്കണം ഒരു പരിശോധന നടത്തണമെങ്കിൽ. സമസ്ത മേഖലകളിലും ബിഗ് സീറോ ആയിട്ട് മെഡിക്കൽ കോളേജ് അധപ്പതിച്ചിരിക്കുന്നു. ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ മെഡിക്കൽ കോളേജ് ഇത്ര ശൂന്യമായി തീർന്ന ഒരു കാലഘട്ടവും നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അങ്ങനെ അതായത് സമസ്ത മേഖലകളിലും ധനപ്രതിസന്ധി കരാള ഹസ്തങ്ങൾ കൊണ്ട് സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഈ വലിയ ശമ്പള പരിഷ്കരണം എന്നുള്ളതാണ് വിരോധാഭാസമായി നമുക്ക് തോന്നുന്നത്. അല്ലാതെ നോർമലായിട്ട് ഇപ്പോൾ കർണാടകയോ അല്ലെങ്കിൽ തെലങ്കാനയോ ഒക്കെ പോകുന്നത് പോലെ നല്ല ശക്തമായ ധനസ്ഥിതിയോടെ മുന്നേറുകയാണെങ്കിൽ എന്തോ കൊടുത്തുപോട്ടെ, ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ എന്ന് നമ്മൾ ഇത് ഇല്ലായ്മയിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന തുള്ളിയാണ് ഇവരുടെ പോക്കറ്റിലേക്ക് ഇട്ട് കനം വെപ്പിച്ചു കൊടുക്കുന്നത് എന്നോർക്കുമ്പോഴാണ് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാതെ വരുന്നതും ഇങ്ങനെ പറയേണ്ടി വരുന്നതും. ഇനി അങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നോക്കാം കേരളത്തിൽ എത്ര PSC മെമ്പേഴ്സ് ഉണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൻ്റെ ഒക്കെ എങ്ങനെയാണ്. അതായത് കേന്ദ്രത്തില് അതായത് കേന്ദ്ര ഗവൺമെന്റ് 22 വളരെ പ്രശസ്തങ്ങളായ പരീക്ഷകൾ, IAS മുതൽ IFS മുതൽ IPS മുതൽ എല്ലാം ചേരുന്ന 22 പ്രധാന പരീക്ഷകൾ ഓൾ ഇന്ത്യ തലത്തിൽ എന്ന് പറയുമ്പോൾ 145-146 കോടിയോളം ജനങ്ങളുള്ള ഇന്ത്യയിൽ അവരെല്ലാവരും ഈ പരീക്ഷ ഇപ്പോഴും എഴുതുന്നില്ല. അതിൽ അർഹതയുള്ള എല്ലാവരും എഴുതുന്ന പരീക്ഷയാണ്. ആ പരീക്ഷകൾ 22 പരീക്ഷകളും വേറെ എന്തെല്ലാമുണ്ട്. ഈ 22 പ്രധാനപ്പെട്ട പരീക്ഷകളെ ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ നടത്തുന്ന UPSCയിൽ 10 മെമ്പേഴ്സ്, 9 മെമ്പേഴ്സ് ആയിരുന്നു. അടുത്ത കാലത്ത് ഒരു മെമ്പറും കൂടി വന്നതോടെ 10 മെമ്പേഴ്സാണ് ഉള്ളത്. അതേ സമയത്ത് കർണാടകത്തിൽ 13 മെമ്പേഴ്സാണ്, തമിഴ്നാട്ടിൽ 14 മെമ്പേഴ്സാണ്. അങ്ങനെ ഓരോ ഇപ്പോൾ UPയിൽ 5ഓ 6ഓ മറ്റോ മെമ്പേഴ്സാണ്. UP ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 17% ഉള്ള സംസ്ഥാനമാണ് UP. ആ UPയിൽ പോലും 8ൽ താഴെയാണ് PSC മെമ്പേഴ്സിൻ്റെ എണ്ണം. അപ്പം അങ്ങനെയുള്ള സമയത്ത് കേരളത്തിൽ എത്രയാണുള്ളത്? ഇപ്പോൾ 21 പേരാണ്. വിമർശകർ പറയുന്നത് 2 സർക്കാരുകൾ, UDF സർക്കാരായാലും LDF സർക്കാരായാലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ അവനവൻ്റെ ആൾക്കാരെ, അതായത് ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിലും ഐക്യ LDF മുന്നണിയാണെങ്കിലും അവരുടെ ഘടക കക്ഷികൾക്കൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള വലിയ പോസ്റ്റുകൾ എറിഞ്ഞു കൊടുക്കുന്നു. അഥവാ ഞങ്ങൾ പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിലേക്ക് പ്രതിപക്ഷത്തേക്ക് പോകുമെന്നെങ്ങാൻ പറഞ്ഞാൽ ഉടനെ കണ്ടെത്തും ഇതുപോലെ ഏതെങ്കിലും മെച്ചപ്പെട്ട ചില തസ്തികകൾ അവരെ പിടിച്ചു നിർത്താനായിട്ട്. അപ്പം അങ്ങനെ പിടിച്ചു നിർത്താൻ വേലി കെട്ടുന്ന ഇതിനു വേണ്ടിയാണ് പലപ്പോഴും ഈ എണ്ണം കൂട്ടി കൊണ്ടുവരുന്നത്. അങ്ങനെ 21 എണ്ണമായി. അപ്പോൾ ഓർക്കണം, കേരളത്തെ പറ്റി എപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ഫുള്ളി ഡിജിറ്റൽ, അതുപോലെ പരീക്ഷയൊക്കെ ഓൺലൈനിലായി എന്നാണ് പറയാറുള്ളത്. അതായത് PSC പരീക്ഷകളൊക്കെ ഓൺലൈനിലായി എന്നാണ് പറയുന്നത്. ഒരു പരിധി വരെ അത് ശരിയാണ് താനും. അപ്പോൾ ഓൺലൈനിൽ പരീക്ഷ നടത്തുകയും ഒക്കെ ചെയ്യുന്നിടത്ത് ഈ 21 മെമ്പേഴ്സ് എന്തിന്? ഇപ്പോഴത്തെ ഭരണപക്ഷം പറയുന്നു, അതൊക്കെ UDF കൊണ്ടുവന്നതാണ് ഇത്രയധികം എണ്ണങ്ങൾ. എന്തുകൊണ്ട് LDF വന്നപ്പോൾ അവർക്കത് മാതൃകാപരമായി കുറച്ച് 8ഓ 7ഓ ഒക്കെ ആക്കി കൊണ്ടുവരാമായിരുന്നു. കേരളത്തിന്റെ പോപ്പുലേഷൻ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.71 ഈ പ്രാവശ്യം കേന്ദ്രം പുറത്തുവിട്ട, നീതി ആയോഗ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 2.71%. അതായത് 17% UPയിൽ 5ഓ 6ഓ മെമ്പേഴ്സേ ഉള്ളൂ, PSC മെമ്പേഴ്സേ ഉള്ളൂ എങ്കിൽ 2.71% മാത്രമുള്ള കേരളത്തിൽ എന്തിനാ 21 മെമ്പേഴ്സ്? അപ്പോൾ മുഖ്യമന്ത്രി അതിന് പറയുന്ന ഉദാഹരണം എന്താണെന്നറിയാമോ? കേരളത്തിലാണ്, ഇന്ത്യയിൽ ആകെ നടക്കുന്ന PSC അപ്പോയിൻമെന്റ്സിൽ കേരളത്തിലാണ് 60% നടക്കുന്നത്. അത് നല്ല തമാശയാണ്. മുഖ്യമന്ത്രി അത്രയുമേ അതേപ്പറ്റി ചിന്തിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയേറെ PSC അപ്പോയിൻമെന്റ്സ് നടക്കുന്നതും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കാതിരിക്കുന്നത്? കാരണം മറ്റ് സംസ്ഥാനങ്ങൾ വ്യാവസായികമായി മുന്നിട്ട് നിൽക്കുന്നു. ഒന്നാന്തരം വ്യാവസായിക ജോലികൾ സ്വകാര്യ മേഖലയിൽ ലഭ്യമായിരിക്കെ സർക്കാരിൻ്റെ നക്കാപ്പീച്ച വേണ്ട എന്ന് പറഞ്ഞു പോകുന്നവരായിരിക്കും അധികം യുവതി യുവാക്കളും. അതുപോലെ തന്നെ കാർഷിക മേഖല
പൊതുവെ കേരളത്തിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ മോദി ഗവൺമെന്റും തമസ്കരിച്ചിരിക്കുകയാണ് ഒരു വലിയ പരിധി വരെ. അതുകൊണ്ടാണ് വർഷങ്ങൾ നീണ്ട സമരവും ഒക്കെ ഉണ്ടായത്. എങ്കിൽ പോലും കാർഷിക മേഖലയിൽ നല്ല സാധ്യതകൾ തേടി ഒരുപാട് എംപ്ലോയ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോഴും അവിടെ PSCക്ക് വേണ്ടിയുള്ള ക്ലെയിം കുറവാണ്. ഇനി അതുപോലെ അതേ സമയത്ത് കേരളത്തിലേക്ക് ഒന്ന് വന്നാലോ, കേരളത്തിലെ ആകെ ഒരു കച്ചി തുരുമ്പ യുവതി യുവാക്കൾക്ക് അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് ഒരു കച്ചി തുരുമ്പാണ് PSC വഴിയുള്ള ജോലി. കാരണം ഇവിടെ ഉണ്ടായിരുന്ന വ്യവസായങ്ങൾ പോലും ഇവിടുത്തെ ലേബർ മിലിറ്റൻസി മൂലം പുറത്തേക്ക് ഇറങ്ങിപ്പോയി, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി, അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ തൊഴിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ സർക്കാർ സർവീസേ ഉള്ളൂ. പിന്നെ IT സെക്ടർ, ഈ അടുത്ത കാലത്ത് വികസിച്ചു വന്ന IT സെക്ടറിലാണ് കുറച്ച് യുവതി യുവാക്കൾക്കൊക്കെ ജോലിയുള്ളത്. അപ്പം നാച്ചുറലി ആ IT സെക്ടർ വികസിച്ച് വന്നപ്പോഴുള്ള ഇത് നമുക്കറിയാം. ഇപ്പൊ PSC അപ്പോയിന്റ്മെന്റ്സ് കുറഞ്ഞു വരിക. പക്ഷേ അതിനു മുൻപാണെങ്കിൽ ലക്ഷക്കണക്കിന് അപ്പോയിന്റ്മെന്റ്സ് ഓരോ വർഷവും നടത്തിയിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഇത്ര കുറവായിട്ട് അപ്പോയിന്റ്മെന്റ്സ് മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഉദ്യോഗാർത്ഥികളായിട്ടുള്ള PSCയിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് പരീക്ഷയും എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടുന്നില്ല എന്ന സങ്കടത്തോടു കൂടി സമരം ചെയ്യുന്ന യുവതി യുവാക്കളെ നമ്മൾ കേരളത്തിലേ കാണുന്നുള്ളൂ, മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്നില്ല. അപ്പൊ അതിൻ്റെയൊക്കെ കാര്യം ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കേരളത്തിൽ ആകെ ഈ ഗവൺമെന്റ് ജോലി അല്ലാതെ വ്യവസായ മേഖലയിലൊന്നുമില്ല. ടൂറിസം നന്നായിട്ട് വികസിച്ച് വന്നാൽ ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട് ടൂറിസത്തിന് കേരളത്തിൽ. പക്ഷേ ഇവിടുത്തെ ധനപ്രതിസന്ധി മൂലം ടൂറിസം വികസനത്തിന് ആവശ്യമുള്ള തുക കണ്ടെത്താനോ വേണ്ടത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്താനോ മൂലധനം ചെലവഴിക്കാനോ പറ്റുന്നില്ല. അങ്ങനെ ആ മേഖലയും പതുക്കെ, അതായത് എങ്ങനെയാ വെച്ചാൽ ഒരുമാതിരി വളർച്ചയില്ലാതെ മുരടിച്ചു നിൽക്കുകയാണ്. ടൂറിസം മേഖല പോലും മുരടിച്ചു നിൽക്കുകയാണ്. കോവിഡൊക്കെ അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നില്ല കേരളത്തിൽ. കാരണം ഏത് പദ്ധതി എടുത്താലും അവിടെയൊക്കെ മൂലധനം ചെലവഴിക്കാം എന്ന് പറയുന്നതല്ലാതെ ചെലവഴിക്കുന്നില്ല. കാരണം ധനപ്രതിസന്ധി അത്ര രൂക്ഷമാണ് കേരളത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള പിന്നെ മാത്രമാണോ കേരളത്തിൽ കൂടുതൽ PSC അപ്പോയിന്റ്മെന്റ് നടത്തുന്നു പറയുന്നതിൽ വേറൊരു സത്യവും കൂടിയുണ്ട്. കാരണം കേരളത്തിൽ ആവശ്യത്തിലധികം തസ്തികകളാണ് ഗവൺമെന്റ് സെക്ടറിലും ഒക്കെ എയ്ഡഡ് സെക്ടറിലും ആവശ്യത്തിലധികം തസ്തികകളുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രൊട്ടക്റ്റഡ് അധ്യാപകർ എന്നൊരു കാറ്റഗറി ഉണ്ടാകുന്നത്. ആവശ്യത്തിലധികം അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നത് കൊണ്ടാണ് പ്രൊട്ടക്റ്റഡ് അധ്യാപകർ എന്ന് പറഞ്ഞ ഒരു വലിയ കാറ്റഗറി ഇവിടെ കേരളത്തിലുള്ളത്. അപ്പൊ അങ്ങനെ ആവശ്യത്തിലധികം അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നുള്ള ഒരു തെളിവ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ റവന്യൂ സെക്ടർ എടുക്കുക. കേരളത്തിന്റെ 3000-ലധികം വർക്കേഴ്സാണ്, എംപ്ലോയീസ് ആണ് ഇവിടുത്തെ റവന്യൂ സെക്ടറിലുള്ളത്. മറിച്ച് ഗുജറാത്ത് എടുക്കുക. ഗുജറാത്ത് കേരളത്തെക്കാൾ വലിയ സംസ്ഥാനമാണല്ലോ. 300 തൊഴിലാളികളാണ് റവന്യൂ സെക്ടറിലുള്ളത്. അതിനൊക്കെ ഇവിടെ ഓരോരുത്തർക്കും ഓരോ ന്യായം കാണും പറയാൻ. പക്ഷെ ഇതുപോലെയാണ്, അതായത് 2013, 14, 15 വർഷങ്ങളിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിലായിരുന്ന സമയത്ത് ഞങ്ങളൊരു പഠനം നടത്തി. എക്സസ് എംപ്ലോയീസ് ഉണ്ടോ, ആവശ്യത്തിലധികം എംപ്ലോയീസ് ഉണ്ടോ സെക്രട്ടേറിയറ്റിൽ എന്ന് നോക്കാൻ. അപ്പോൾ കണ്ടത് 37,000-ലധികം, കൃത്യമായിട്ട് നമ്പർ ഞാൻ ഓർക്കുന്നില്ല, 37,000-ലധികം എംപ്ലോയീസ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ ആ നമ്പറിന്റെ കൃത്യത ഇപ്പോൾ ഓർമ്മയില്ല. ബുക്ക് നോക്കണം, എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഇപ്പോൾ അരികിലില്ല. അപ്പൊ അങ്ങനെ ഉണ്ട് എന്ന് കണ്ടെത്തി. അതിനുശേഷവും അതിൽ കുറെ പേര് പിരിഞ്ഞു പോയി കാണും. പക്ഷെ ആ പിരിഞ്ഞു പോയതിനേക്കാൾ കൂടുതൽ വീണ്ടും എംപ്ലോയ് പുതിയതായിട്ട് എംപ്ലോയ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കണക്കുമില്ലാതെ, അതേ സമയത്ത് നമ്മൾ നോക്കണം, വെസ്റ്റേൺ കൺട്രീസിലോ US-ലോ ഒക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? ഇപ്പൊ പ്രത്യേകിച്ചും ഈ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ കടന്നുവരവ് നമ്മുടെ ജോലിഭാരമൊക്കെ, അതായത് ഓഫീസുകളിലെ ജോലിഭാരം, ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിലോ എല്ലായിടത്തും കമ്പ്യൂട്ടറൈസ്ഡാണ്. പക്ഷേ കമ്പ്യൂട്ടറൈസ്ഡ് ആണെങ്കിൽ പോലും എല്ലാ തസ്തികകളിലും, അതായത് പഴയതുപോലെ തന്നെ തസ്തികകൾ തുടരുന്നു. കമ്പ്യൂട്ടറൈസേഷനൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷെ തസ്തികകൾ തുടരുന്നു. പിന്നെ എന്തിനാ കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എണ്ണം കുറയണം. അപ്പൊ അങ്ങനെയുള്ള റാഷണലൈസേഷൻ ഒന്നും കേരളത്തിൽ നടക്കുന്നില്ല. അതൊക്കെ നമ്മുടെ സ്വപ്നത്തിൽ മാത്രം അവശേഷിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചെലവുകൾ ഇതുപോലെ കൂടി വരും. ആവശ്യമില്ലാത്ത അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നടത്തി ഇപ്പൊ തൊഴിൽ സൃഷ്ടിക്കാൻ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ എന്നിരിക്കെ അങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനെ എതിർക്കാനും ആരും ഉണ്ടാവില്ല.
അപ്പോൾ ഗവൺമെന്റ് മെഷീനറിയുടെ എഫിഷ്യൻസി നമുക്കറിയാം. ട്രംപ് വന്നതിന് ശേഷം അമേരിക്കയിലാണ് എലൺ മസ്കിന്റെ കീഴില് ഇക്കണോമിക് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇതുപോലെയുള്ള അനോമലീസ് ഒക്കെ ഇല്ലായ്മ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയാണ് ആ എഫിഷ്യൻസി വകുപ്പിന്റെ സ്ഥാപിക്കാനുള്ള കാരണം. അതൊന്നും എന്ത് നല്ല പാഠങ്ങൾ മറ്റു രാജ്യങ്ങളിൽ കണ്ടാലും അതൊന്നും പഠിക്കില്ല. അതേ സമയത്ത് പഠിക്കരുതാത്തത് എന്തുണ്ടോ അതൊക്കെ നമ്മുടെ ഗവൺമെന്റുകൾ ഏറ്റെടുക്കുകയും ചെയ്യും. അതാണ് നമ്മൾ കാലാകാലങ്ങളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ആവശ്യമില്ലാത്ത തസ്തികൾ വേണ്ടാന്ന് വെക്കുകയാണ് വേണ്ടത്. എങ്ങനെയാണെങ്കിലും ഈ PSCയുടെ മെമ്പേഴ്സ്, PSC അംഗങ്ങളുടെ എണ്ണം ഈ ഗവൺമെന്റ് മാതൃകയായിട്ട് വെട്ടിക്കുറയ്ക്കട്ടെ, 5ഓ 6ഓ ആയിട്ട് ചുരുക്കട്ടെ. അങ്ങനെ ചുരുക്കി കഴിഞ്ഞാൽ അത് നയപരമായ ഒരു തീരുമാനമാണെന്ന് പറയാം. അതായത് PSC റാങ്ക് ലിസ്റ്റ് കുട്ടികൾ എന്താണ് അപ്പോയിന്റ്മെന്റ് ഓർഡർ കാത്തിരിക്കുമ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് വരും, നയപരമായ ഒരു തീരുമാനം എടുത്തു, ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ ഈ PSCയിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരോട് പറഞ്ഞുകൂടെ, ഇവിടെ എക്സസ് അപ്പോയിന്റ്മെന്റ് ആണ്, അതുകൊണ്ട് ഈ ആവശ്യമില്ല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇത്രയും പോസ്റ്റുകൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ജനക്ഷേമമായിരിക്കണം ഗവൺമെന്റിന്റെ ആധാരശില. ജനക്ഷേമമല്ല ഗവൺമെന്റിന്റെ ആധാരശില എങ്കിൽ സ്വന്തം പാർട്ടിക്കാരെ തിരികെ കയറ്റുക, വീണ്ടും വീണ്ടും അധികാരത്തിൽ വരിക, സ്വന്തം പോക്കറ്റ് ശക്തമാക്കുക, ഇതൊക്കെയാണ് ഒരു ഗവൺമെന്റിന്റെ ലക്ഷ്യമെങ്കിൽ ഇത്തരം ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഗവൺമെന്റിനെ കൊണ്ടാകില്ല. നമ്മളൊട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെ അങ്ങ് പോയാൽ വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥ കേരളത്തിനും എത്തും. എന്താണ് വെസ്റ്റ് ബംഗാളിന്റെ അവസ്ഥ? വെസ്റ്റ് ബംഗാളിലെ അടുപ്പ് എരിയണമെങ്കിൽ കേരളത്തിൽ വന്ന് ജോലി ചെയ്യണം. പക്ഷേ കേരളത്തിലെ മക്കൾക്ക് വെസ്റ്റ് ബംഗാളിലേക്ക് പോകാൻ ഒക്കില്ല. കാരണം അവിടുത്തെ കൂലി വളരെ നിസ്സാരമാണ്. അതുകൊണ്ടാണല്ലോ, അതായത് 35 വർഷം ഭരിച്ച LDF ഭരിച്ച വെസ്റ്റ് ബംഗാളിലെ കൂലി കേരളത്തിലെ കൂലിയുമായി ഒരു താരതമ്യവുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ ഇംപ്രൂവ്മെന്റ് ഉണ്ടായെങ്കിൽ അത് LDF വഴിയായിട്ടാണോ? തീർച്ചയായിട്ടും അല്ല, അത് UDF വഴിയായിട്ടാണ്. അതായത് ഒരു കോമ്പറ്റീഷൻ UDF ഉം LDF ഉം ഒന്നിടവിട്ട് വന്നുകൊണ്ടിരുന്നത് കാരണം പരസ്പരം ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയും വേജസ് ഒക്കെ പിന്നെ ഉയരുകയും ചെയ്തു. പക്ഷെ ഇവിടെ കൂലി വർദ്ധിച്ചത് അതുകൊണ്ടൊന്നും അല്ല. കൂലി വർദ്ധിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസികളാണ്. അവര് പ്രവാസത്തിൽ പോയി കിട്ടിയ പണം ആദ്യഘട്ടങ്ങളിലൊക്കെ ഭവന നിർമ്മാണത്തിന് ഒക്കെ ആയിട്ടാണ് അത് ഉപയോഗിച്ചത്. അപ്പൊ ഭവന നിർമ്മാണ മേഖലയിൽ വലിയ ഒരു എന്താ പറയുക ബൂസ്റ്റ് ഉണ്ടായി. ആ ബൂസ്റ്റ് പീരീഡില് തൊഴിലാളികൾ ഇവിടെ തന്നെ ഇല്ലാത്തതുകൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളും വന്നു. അതിനേക്കാൾ ഉപരി നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന തൊഴിലാളികളും ഇങ്ങോട്ട് ചേക്കേറി. അതായത് നഗരങ്ങളിലേക്കും നഗരപ്രാന്തങ്ങളിലേക്കും ചേക്കേറി. അങ്ങനെ വന്നപ്പോൾ കാർഷിക മേഖലയിലും ഇല്ല തൊഴിലാളികൾ. അങ്ങനെ വന്നപ്പോൾ എല്ലായിടത്തും കൂലി വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് കേരളത്തിൽ വലിയ വർധനവ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കൂലി വർധനവിൻ്റെ ആർക്കെങ്കിലും ഒരു അഭിനന്ദനം കൊടുക്കണമെങ്കിൽ അത് കൊടുക്കേണ്ടത് പ്രവാസികൾക്കാണ്. പക്ഷെ അവിടെയും നമ്മൾ ഓർക്കുക, കൂലി വർധനവ് തന്നെ കേരളത്തിന്റെ വികസനത്തിന് ഒരു തടസ്സവുമാണ്. കാരണം ഈ വർദ്ധിച്ച കൂലിയിൽ പോലും ജോലി ചെയ്യാൻ തൽപരരല്ല മലയാളികൾ എന്നുള്ളതാണ് ഗതികേട്. അപ്പം അത് മാത്രവുമല്ല, അതായത് മുതൽ മുടക്കുന്നവൻ ശത്രുവാണ് എന്ന് കാണുന്ന തൊഴിലാളി ഭാവന, അതും അപകടകരമായ ഭാവനയാണ്. അങ്ങനെയുള്ള ഭാവന നട്ടുവളർത്തുന്ന രാഷ്ട്രീയ പാർട്ടിയോ രാജ്യമോ ഒരിക്കലും പുരോഗതിയിലേക്ക് നയിക്കില്ല. തൊഴിലാളികളുടെ മിത്രമാണ് മുതൽ മുടക്കുന്ന മുതലാളി. ആ മുതലാളി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു എന്ന് കണ്ടാൽ നിലയ്ക്ക് നിർത്താനാണ് ഭരണകൂടം. അതല്ലാതെ ഇവരെ തമ്മിൽ അടുപ്പിച്ച് ഇവിടെ വികസനമില്ലാത്ത വരുത്തുന്നതല്ല ഏതെങ്കിലും ഒരു ഭരണകൂടത്തിൻ്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ലക്ഷ്യം.